അങ്ങനെ ഋഷീൻ്റെയും അൻസിബേൻ്റെയും അമ്മമാരും അനിയന്മാരും വന്നിട്ടുണ്ട്. ആദ്യം വന്നത് ഋഷീൻ്റെ അമ്മയും അനിയനും കൂടിയാണ്. പാട്ട് കേട്ട സമയത്ത് ആദ്യം ഓടി വരുന്നത് നന്ദന കേട്ടോ. നന്ദനേൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചത്. നന്ദന ഭയങ്കര എക്സൈറ്റഡ് ആണ്. രണ്ടാമത് കാറ് വന്ന സമയത്ത് നന്ദനയെ ഓടിച്ചെന്ന് ഡോറ് തുറന്ന സമയത്ത് ഋഷീൻ്റെ അമ്മ. ഋഷി ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ഋഷീൻ്റെ അമ്മ ഭയങ്കര ഒരു പൊളി വൈബ്, ഭയങ്കര ഒരു പോസിറ്റീവ്. ഇത് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരോടും സ്നേഹം, എല്ലാവരെയും ഒരേപോലെ കണ്ട് സംസാരിക്കുന്നു. അങ്ങനെ അവർക്കൊരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും സംസാരത്തിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെന്താ, ജിൻഡോ ഋഷീൻ്റെ അമ്മേൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് ടാസ്കിൻ്റെ ഇടയ്ക്ക് ഋഷീനെ ഇങ്ങനെ മുറുക്കെ പിടിച്ചതിന്. അപ്പം അമ്മ പറയുന്നത് അത് ഗെയിമല്ലേ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നുള്ളത്. അതേപോലെ ജാസ്മിൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറയുന്നുണ്ട് ഋഷീൻ്റെ അമ്മ. പിന്നെ മുൻ സീസണിലൊക്കെ വന്നതുപോലെ അവർ പെട്ടെന്ന് പോവല്ല, അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ദിവസം മറ്റും അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടികൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമിൽ. പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ ഫാമിലി വീക്ക് വന്ന സമയത്തുണ്ടായിരുന്ന അത്ര ഒരു ആകാംക്ഷ ഇല്ലെങ്കിലും കഴിഞ്ഞ സീസണിലൊക്കെ പ്രൊമോസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, ആരാ വരുന്നത്, ആരുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അഖിൽ മാരാറിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊമോസ് തന്നെ കുറേ തവണ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത്രയും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. ഇപ്പം കാണുന്നവർക്ക് അത്രയും ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും വീട്ടിലുള്ള കണ്ടസ്റ്റൻസിന് ഇങ്ങനെ പുറത്തുള്ള ഫാമിലിയിലെ ഒരു മെമ്പറിനെ കാണുമ്പോഴത്തേനും ഉള്ള സന്തോഷവും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഋഷീൻ്റെ അമ്മയൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കിനും സായിക്ക് ഭയങ്കര സങ്കടം, സായി കരയുന്നൊക്കെ ഉണ്ട്. പുറത്തിരുന്നിട്ട് സായിക്ക് ഭയങ്കര വിഷമം. വേറെ ആരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അച്ഛനെ കൊണ്ടുവരരുതെന്നാണ് സായിക്ക്. എനിക്ക് തോന്നുന്നു സായി അച്ഛനും കൂടെ കുറേ കാലമായി സംസാരിച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരു സംസാരിക്കാനുള്ളതും അല്ലെങ്കിൽ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മടിയൊക്കെ സായിൻ്റെ അടുത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അൻസിബേൻ്റെ അമ്മയും അനിയനും വരുന്നത്. സെയിം അതേപോലെ പാട്ട് കേട്ട് ഇങ്ങനെ കാറ് വരുന്ന സമയത്ത് നന്ദന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ പോയി ഡോർ തുറക്കുമ്പോൾ അൻസിബേൻ്റെ അമ്മയും അനിയനും. അൻസിബേൻ്റെ അമ്മ വന്ന സമയത്ത് തന്നെ ജാസ്മിനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എൻ്റെ മോളെ പോലെ തന്നെ ആട്ടോ എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ അത് ഭയങ്കര സങ്കടമായിട്ട് ജാസ്മിൻ കരയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസിബയും അമ്മയും അനിയനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അൻസിബ പറയുന്നു എനിക്കറിയില്ല ഈ ഗെയിം എന്താണെന്നുള്ളത്. അപ്പോൾ അമ്മ പറയുന്നു നീ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്, നീ നല്ല കുട്ടിയാണ്. അപ്പോൾ അനിയനും പറയുന്നു നീ പറ്റുന്ന അത്രയും നിൽക്ക്, ഇപ്പം നിനക്ക് സപ്പോർട്ടുള്ളതുകൊണ്ടല്ലേ ഇതുവരെ എത്തിയത്. അൻസിബ പറയുന്നു എനിക്ക് മതിയായി, കഴിഞ്ഞ ആഴ്ചയൊക്കെ എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു എന്നൊക്കെ. അമ്മ പറയുന്നുണ്ട് നീ കളിക്ക്, നിനക്ക് പറ്റുന്ന അത്രയും നീ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും വന്നിട്ട് അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നാളെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും അമ്മയും അച്ഛനുമാണ് കയറാൻ പോകുന്നത്. ഇപ്പം ലൈവ് കണ്ടിട്ട് ഇവർ വന്നതുകൊണ്ടിപ്പോൾ കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും ഒരു ഗെയിമിൽ മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ അൻസിബയ്ക്കും ഋഷിക്കും ഒക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ ഇത്ര നേരത്തെയും ഈ ഫാമിലി വീക്ക് നടത്താറില്ലല്ലോ. ഇത്രയും ദിവസവും ഇനി ബാക്കിയുണ്ട്. ഒരുപാട് കണ്ടസ്റ്റൻസും ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫാമിലി വീക്ക് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. ഇനി എന്താണ് ഇവർക്കുള്ള ടാസ്ക്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇനി വഴിയെ കണ്ടറിയാം.